എവിടെയാണ് കഫ്റ്റീരിയ തുടങ്ങേണ്ടത്, എവിടെയാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങേണ്ടത്, എവിടെയാണ് മിനി ഹോസ്പിറ്റൽ തുടങ്ങേണ്ടത്, എവിടെയാണ് ചെറിയ ചെറിയ സ്കൂളുകൾ. സാധാരണ ആൾക്കാർ പറയുന്നത് നേരെ റിവേഴ്സ് ആയിരുന്നു. ഞാൻ ഗൾഫിലേക്ക് വരാൻ നേരം വൈകി എന്ന് പറയുന്ന കുറേ ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ആളുകൾ ആദ്യം കേൾക്കുന്നതായിരിക്കും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ എടുത്ത സമയം ലേറ്റായി പോകും. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങൾ കണ്ടില്ലേ, വഴി നിങ്ങൾ കണ്ടില്ലേ, അവരുടെ പെരുമാറ്റ രീതി നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ആ നാട് മുഴുവൻ കണ്ടില്ലേ, എങ്ങനെയാണ് അവർ കൾച്ചറലി രൂപപ്പെട്ടതെന്നുള്ള ചരിത്രം നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ? എന്താ നിങ്ങൾക്കത് ബിസിനസ്സാക്കാൻ പറ്റാത്തത്? ദൈവം മരണം രഹസ്യമാക്കി വെച്ചത് അതിനൊരു രഹസ്യമുണ്ട്. അത് മനുഷ്യനെ റിസ്കിലേക്ക് എങ്ങനെ ഇറങ്ങിയാലും കൃത്യമായ രീതിയിൽ മനുഷ്യനെ മാത്രമേ റിസ്ക് എടുക്കാൻ പറ്റൂ. അത് ദൈവികമായൊരു വരദാനമാണ്. ഈ ഒരു രാജ്യത്ത് ഈ കാണുന്ന ലേബിളൊന്നും നിങ്ങൾ നോക്കണ്ട. നന്നായി ഇറങ്ങി തിരിച്ചാൽ നമുക്കൊക്കെ ഗംഭീരമായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗംഭീര വിദ്യാഭ്യാസമുണ്ട്. സാർ EV അബ്ദുറഹിമാൻ, അപ്പോൾ നിങ്ങളെ ഇന്ന് നമ്മൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒറ്റ ലക്ഷ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഇന്ന് വിദ്യാർത്ഥികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉള്ള വലിയൊരു കൺസേണാണ് ലൈഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതും കേരളത്തിൽ തന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. നിങ്ങളെ കൊണ്ടുവരുന്ന ഈ വിഷയം EV സാറ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 20 വർഷത്തോളം ഗൾഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ 15 വർഷത്തോളം കേരളത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതും കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ള മർക്കസ് നോളജ് സിറ്റിയുടെ അതിൻ്റെ ഏർലി സ്റ്റേജ് മുതൽ ഉണ്ടായിരുന്ന ഒരു CEO ആണ്. പിന്നെ അതിന് ശേഷം വലിയ കുറേ പ്രോജക്റ്റുകളുടെ പാർട്ടായി ഹെൽത്ത് കെയറിൽ നിങ്ങൾ കൈ വെച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷനിലുണ്ട്, ലോജിസ്റ്റിക്കിലുണ്ട്. പിന്നെ നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് ബിസിനസ് ഇതിലും കൺസൾട്ടൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു മേഖലയാണ് PMC, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി. അതിൻ്റെ ഒരു വലിയൊരു കൺസൾട്ടൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ചോദിച്ച ചോദ്യത്തിന് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയേണ്ടതുണ്ട് സാറേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ നിങ്ങളൊക്കെ സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ആളുകൾക്കും അതന്നെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു ഐഡിയോളജി ഡെവലപ്പായി വന്നിട്ടുണ്ട്. അത് കുറേ കാലമായിട്ട് 80കൾക്ക് മുതൽ കേരളത്തിലുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഗൾഫിൽ ഈ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ സംശയമുണ്ട്. ഞാൻ അതിൽ ചെറിയ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ പറഞ്ഞാൽ അതൊന്നുകൂടെ ക്ലിയർ ആവും. കേരളത്തിന് പുറത്ത് പോകുന്ന മലയാളികളുടെ എണ്ണം 22 ലക്ഷം ആളുകളാണ്. അതിൽ 80% ആളുകളുള്ളത് ഗൾഫ് മേഖലയിൽ. ഞാൻ ചോദിക്കുന്നത്, ഫെബ്രുവരി 28, 2026 ഇസ്രായേൽ ഒരു ബോംബ് ഇറാനിലേക്ക് വിട്ടതിന് ശേഷം ഇനി നമുക്ക് ആ 80% ആളുകൾക്ക് ആ പ്രദേശത്തൊരു കരിയർ നോക്കി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഗൾഫിൻ്റെ പുറത്തേക്ക് പല പ്രദേശത്തും ഉണ്ടല്ലോ, അമേരിക്കയിലുണ്ടല്ലോ, യൂറോപ്പിലുണ്ടല്ലോ, മറ്റു പ്രദേശത്തുണ്ടല്ലോ എന്ന് വിചാരിക്കും. ലോകത്ത് ഒരു കൺട്രിയോ എക്സെപ്ഷൻ ഇല്ലാത്ത എല്ലാ രാജ്യത്തും ഇന്ന് മൈഗ്രൻസിനെതിരെ, അതല്ലെങ്കിൽ പ്രവാസികൾക്കെതിരെ, വിദേശികൾക്കെതിരെയുള്ള പോളിറ്റിക്സും ഗവൺമെൻറ്റും ആണുള്ളത്. സാറ് പറഞ്ഞ പോലെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന UK, US, ഇവിടെയൊക്കെ ഇമിഗ്രൻസ്, ആൻറ്റി ഇമിഗ്രൻസ് പോളിസികൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഗവൺമെൻറ് ട്രംപോട് കൂടി, ട്രംപ് അതിൻ്റെ ഒരു എപ്പിറ്റമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പാർലമെൻറ്റിൽ ഈ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഫെബ്രുവരിയിൽ ആ ചോദ്യം വന്നിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ ഒരു നമ്പർ എടുത്തിരുന്നു. 30% കുറവാണ് ഉണ്ടായിരിക്കുന്നത് 2023 അപേക്ഷിച്ചിട്ട്. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇനി മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പോകാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ നാട്ടിൽ നിന്നിട്ട് കരിയർ അല്ലെങ്കിൽ ജീവിതം ഡെവലപ്പ് ചെയ്യും? കേരളം അതിന് ഫിറ്റാണോ? സാർ എന്താ പറയുന്നത്? വളരെ ഗംഭീരമായൊരു ചോദ്യവും ഓരോ മലയാളിയും വളരെ ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു ജോബ് ചേഞ്ചായിട്ട് കേരളത്തിൽ എത്തുന്നത് എൻ്റെ 45ാമത്തെ വയസ്സിലാണ്. ജോയിൻ ചെയ്ത് ആദ്യത്തെ 5 വർഷം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു, ഇറ്റ് ഈസ് ടു ലേറ്റ്.
ഞാനൊരു 30 വയസ്സിലെങ്കിലും ഈ നാട്ടിലെത്തി ഇങ്ങനൊരു പ്രൊജക്റ്റിന് തുടക്കം കുറിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയൊക്കെ വലിയ ഹൈലി സാലറി മേടിക്കുന്ന പലരുണ്ട്. അഷ്റഫ് മന്ന, അതുപോലെ പല ആളുകളും വളരെ വലിയ സാലറി മേടിക്കും. അവരൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. മക്കളെ, നമ്മൾ ഇവിടെ വാങ്ങുന്ന സാലറി ഒന്നുമല്ല. കാരണം ഒരു വർഷത്തിൽ നമ്മൾ നേടിയെടുത്ത എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ തന്നെ ഇൻബിൽറ്റായ ഒരു ലെവൽ പണ്ടൊന്നും ഇവിടെ പ്രകടിപ്പിക്കാൻ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നത് വളരെ മാറിപ്പോയി, വലിയ വികസനം. ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന റിലീജിയസ് ലീഡറാണ്. അദ്ദേഹത്തിന് 1000-ലധികം CR വരുന്നൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യാൻ ധൈര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സ്റ്റൈല്. ഞാൻ ഒരാളെ ഫോക്കസ് ചെയ്ത് പറയുക, യൂസുഫ് അലി സാർ, അതുപോലെ ഒരുപാട് കൂട്ടായ്മകൾ, അതുപോലെ LLP കമ്പനി, അതുപോലെ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് LLP, എന്താണ് LLC, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കൂട്ടായ്മകൾ സൃഷ്ടിച്ച് ഇന്ന് കോഴിക്കോടും പരിസരത്തൊക്കെ നമ്മൾ കാണുന്ന ഓരോ ബിൽഡിങ്ങും ഒരാളുടേതല്ല, അതൊരു കൂട്ടായ്മയുടെ. ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയ നാട്ടിൽ എന്തേ നമുക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പോയി എന്നതും ചിന്തിച്ചാൽ നമ്മുടെ തന്നെ ചിന്തയില്ലായ്മയാണ് എന്നാണ് അതിനർത്ഥം. ഇത് സാധാരണ ആൾക്കാർ പറയുന്നത് നേരെ റിവേഴ്സ് ആയിരുന്നു. ഞാൻ ഗൾഫിലേക്ക് വരാൻ നേരം വൈകി എന്ന് പറയുന്ന കുറേ ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ആളുകൾ ആദ്യം കേൾക്കുന്നതായിരിക്കും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ എടുത്ത സമയം ലേറ്റായി സാർ, പോയി. ഒരു പാറ്റേൺ നമുക്കൊക്കെ ഉണ്ട്. ഒരു ഒഴുക്കിൽ വീണ് ഒരു ഇലയാവാൻ എളുപ്പമാണ്. ഒരു ഒഴുക്ക് സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റി, അതൊരു എന്ത് വേണം, അതിനൊരു സ്പാർക്ക് വേണം. ആ സ്പാർക്ക് ഇന്ന് ലഭ്യമാണ്. ഈ IAS-ഉം IPS-ഉം ട്രെയിനിങ്ങിന് പോകുന്ന പിള്ളേരെ കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ആ എക്സാം പാസ്സാവുന്നതിൻ്റെ 4/1 കപ്പാസിറ്റി കൊണ്ട് ആ കുട്ടിക്ക് 18-ഉം 20-ഉം വയസ്സിൽ ഒരു ഓൺട്രപ്രണർ ആവാൻ പറ്റും ഇവിടെ. കാരണം അത്രമാത്രം അധ്വാനം റിസർച്ചാണ് ആ കുട്ടി ചെയ്യുന്നത്. എന്തിന് നല്ലൊരു കഫ്റ്റീരിയ തുടങ്ങാൻ ദുബായി പോകണം? 140-ലധികം കോടിയുള്ള ജനമുള്ള ഇവിടെ ഒരു മുട്ടുസൂചി 2% വിറ്റാൽ തന്നെ ഒരാൾക്ക് കോടീശ്വരനാകും. ഇത് പല ഇൻ്റർവ്യൂ നമ്മൾ കേട്ടതാണ്. പക്ഷെ കേൾക്കുന്നത് കൊണ്ട് പ്രാവർത്തികമാക്കാൻ അവനവൻ്റെ കുട്ടികളെയും കുടുംബത്തെയും പ്രാപ്തരാക്കലാണ് നമ്മൾ വേണ്ടത്. ഇപ്പം എൻ്റെ മകൻ LP ഒന്ന് പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു, പോകരുത് മോനെ, ഒരിക്കലും പോരാ. അപ്പം എന്നോട് ഇപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഷെയ്പ്പായത് അവിടെ നിന്നല്ലേ, ഒരു 2 വർഷം ഞാനൊന്ന് മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം പഠിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് അവൻ എൻ്റെ അടുത്ത് തടിയെടുത്തത്. ഞാൻ അവർ കുട്ടിയോട് പ്രത്യേകം പറഞ്ഞു, തിരിച്ചു വരണം. കാരണം ഉപ്പാക്കുണ്ടായ റിഗ്രറ്റ് നിനക്കുണ്ടാവരുത്. കാരണം നല്ല വിദ്യാഭ്യാസവും നല്ല സിസ്റ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും, അതെങ്ങനെ, ഇംഗ്ലീഷല്ല, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം എന്തുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ ആൾ വരുന്നു, അത് നിങ്ങളുടെ വേ ഓഫ് ലാംഗ്വേജ്, ദ വേ ഓഫ് സ്റ്റൈൽ, നിങ്ങൾ സംസാരിക്കുന്ന സ്റ്റൈലാണ്. ആ സ്റ്റൈലുള്ള ഒരാൾക്ക് അതാണ് ഏറ്റവും വലിയ മൂലധനം. അതുണ്ടായി നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടാവും. ക്യാഷുള്ളവർ നിങ്ങളെ വിശ്വസിക്കും, ക്യാഷുള്ളവർക്ക് നിങ്ങളെ ഡിമാൻഡായിട്ട് മാറും. ഇതാണ് സത്യത്തിൽ മലയാളിക്കാണ് ഏറ്റവും വലിയ ചാൻസ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ പൂർവികരായ ആളുകളുടെ സത്യസന്ധതയും നല്ല രീതിയിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള കപ്പാസിറ്റിയുമാണ്. അത് നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിൽ കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, പെട്ടെന്നില്ല. എല്ലാ മനുഷ്യരും ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മലയാളി പെട്ടെന്ന് വളരെ ഹാർട്ടോട് ചേർത്ത് വെച്ച് കൈപിടിക്കും. മതവും മതപരമായ വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പൂർവികർ ഈ മതങ്ങളിലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു ഐക്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ വീടുകളിൽ വളരെ സുരക്ഷിതമായി കിടന്നിറങ്ങുന്നതിന് മുമ്പ് അയൽവാസി പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. അതങ്ങനെ തന്നെയല്ല. നിങ്ങളുടെ വല്യമ്മയെ ഉദാഹരണം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേരളം അതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അതിന് പറ്റുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ തലമുറയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ മലയാളിക്ക് കിട്ടുന്നത്, അത് നമ്മൾ ഫ്ലഡ് ഉണ്ടായ സമയത്തും കണ്ടതാണ്. ഇവിടെ ഫ്ലഡ് ഉണ്ടായപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കലാമിറ്റി ഉണ്ടായ സമയത്ത് മാത്രമാണ് ഗൾഫ് കൺട്രികളും അവിടുത്തെ ഹെഡ്മാരൊക്കെ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു മലയാളിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്, ഇതിനൊരു ഓൺട്രപ്രണോറിയൽ ലെവലിൽ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം? സാർ, നമ്മൾ ചിന്തിച്ചു നോക്കും. നമുക്കല്ലാതെ 5000 വർഷത്തിൻ്റെ പാരമ്പര്യം ആർക്കാണുള്ളത്? ആദ്യമേ മനുഷ്യൻ കാലുകുത്തി എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറായിട്ട് നമ്മൾ തള്ളിമാറ്റി. നമുക്ക് നമ്മുടെ തലമുറയുടെ വേരുകൾ ഇന്ന് ഓരോ ഹിസ്റ്റോറിയനും നളന്തയും തക്ഷശിലയും അതുപോലെ 800-ഉം 1000-ലധികം ആളുകളും രാജ്യങ്ങളിൽ നിന്നും ഇവിടെ പഠിച്ചിരുന്നത് ഖനനം ചെയ്തെടുത്ത നാടാണിത്. എവിടെയാണ് നിങ്ങൾക്കത് കിട്ടുക? നിങ്ങൾക്ക് ഇസ്രായേലിലും അതുപോലെ നമ്മൾ പറയുന്ന പാലസ്തീനിലും ഒക്കെ ഖനനം ചെയ്താൽ ഈജിപ്തിലും കിട്ടാൻ പോകുന്നത് രാജകീയമായ സുഖങ്ങളുടെ തിരുശേഷിപ്പുകളാണ്.
ഇന്ത്യയിൽ അതല്ല കിട്ടാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇന്ത്യയുടെ ഈ ഒരു ബെൽറ്റിൽ നിങ്ങൾ എവിടെ ഖനനം ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മനോഹരമായ യൂണിവേഴ്സിറ്റികളുടെയും മനോഹരമായ മറ്റു സംവിധാനങ്ങളുടെയും ഒക്കെ സംവിധാനങ്ങളാണ്. അപ്പോൾ നമുക്ക് 5000 വർഷമായിട്ട് പാരമ്പര്യമായ ഗുരുവർഷ്യന്മാർ, അതുപോലെ സന്യാസിമാർ, നല്ല മനുഷ്യർ, ഇവരൊക്കെ മനുഷ്യനെ പാകപ്പെടുത്തിയെടുത്തതിൻ്റെ ഒരു ഫിൽറ്ററിങ്ങാണ് നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രസ്റ്റ് ബിൽറ്റിനാണ്. ഇത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഗോഡ്സിൻ്റെ സ്വന്തം ആളുകൾ ഒരുപാട് കാലം പ്രവർത്തിച്ച് നന്നായി പഠിപ്പിച്ച നാട് എന്നാണ് ഞാൻ അർത്ഥം പറയാം. മനസ്സിലായില്ലേ? ഇപ്പം ബ്രാഹ്മിൻസ്, നമ്മൾ എന്തൊക്കെ ജാതീയതയും അതുപോലെ മറ്റു കാര്യങ്ങളിലും വർണ്ണിച്ചാൽ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിദ്യാഭ്യാസപരമായ, അതല്ലെങ്കിൽ ഒരു ആത്മീയപരമായ, അതല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ഉള്ള ഒരു മൂവ്മെൻറ്റ് അത് നമ്മുടെയൊക്കെ ഹൃദയത്തിലും കേരളീയ ശൈലിയിലും കൃത്യമായി കാണാൻ കഴിയും. അതുകൊണ്ട് അത് ലോകത്ത് എവിടെ കിട്ടും? നിങ്ങൾ യൂറോപ്യൻസിൻ്റെ ഗ്രാമങ്ങളിലെ കഥ എടുത്ത് പഠിച്ചു, നിങ്ങൾക്ക് കിട്ടുന്നില്ല ചരിത്രം. നിങ്ങൾക്ക് 5000 വർഷത്തിൻ്റെ പാരമ്പര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഭൂമിയുടെ ഭാഗങ്ങളിലാണ്. അതിലേറ്റവും റിച്ചസ്റ്റായിട്ട് ബുദ്ധനും കൃഷ്ണനും ആദം നബിയും ഒക്കെ ജനിക്കുകയും അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്ത മേഖലയാണ്. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ എവിടെ നിന്നാണ് ട്രസ്റ്റ്, ആ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വഴി നമുക്ക് മനസ്സിലാവും. ഇതിനെ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പാരൻസിന് കൊടുക്കാൻ പറ്റുന്നൊരു ഹോപ്പ്, കേരളത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം? ഞാൻ ഈ പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോഴേ വല്ലാതെ അനാവശ്യമായ പേടി സൂക്ഷിക്കുന്ന രക്ഷിതാക്കളാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പെൺകുട്ടികളെ വളർത്തിയെടുത്ത ഒരാളാണ്. നമുക്ക് അവരുടെ പേഴ്സണൽ ക്രൈസിസ് എന്ന് പറയുന്നൊരു സാധനം, അത് നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ മക്കളോടാണ്. മക്കളുടെ ഒരു ഇഷ്ടം അത് ഒരിക്കലും നമുക്കെതിരല്ല. നേരത്തെ തന്നെ ഇഷ്ടം ചോദിക്കാതെ വളർത്തിയത് കൊണ്ട് അവർ പറയുമ്പോൾ ഇങ്ങനെ ഒരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. നമ്മൾ 10ാം വയസ്സിലും 11ാം വയസ്സിലും 12ാം വയസ്സിലും നമ്മൾ നമ്മുടേതായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വകവെച്ച് കൊടുക്കേണ്ട ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഭാഗമായ സപ്പോർട്ടുണ്ട്. അത് പുറത്തുനിന്നല്ല കിട്ടേണ്ടത്. അതുകൊണ്ട് 15 വയസ്സാകുമ്പോഴേക്കും ഉമ്മനെ ഇഷ്ടമല്ല, കുറച്ച് കഴിഞ്ഞാൽ വാപ്പനെ ഇഷ്ടമല്ല. അതെന്താ കാരണം? അവരുടെ നമുക്കറിയാലോ, 2 വയസ്സിലും 3 വയസ്സിലും നമ്മൾ കോരിച്ചെരിഞ്ഞ് കൊടുക്കുകയാണ്. 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് നമ്മൾ ക്രിറ്റിസിസം തുടങ്ങി. 8ഉം 9ലാണ് അവർക്ക് വളരെ നമ്മളെ ആവശ്യമുള്ളത്. കാരണം അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ്റെ പ്രായമാണ്. കെമിക്കലി അവരുടെ ശരീരം റിയാക്ട് ചെയ്യുന്നൊരു സമയം. അപ്പോഴല്ലേ അവർ നന്നായി ഹീൽ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കൈവിടുകയാണ്. അവിടെ നമ്മൾ പറയണം, അവന് സ്വന്തം ശബ്ദമായി, അവന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അനാവശ്യമായ ഒരു പേടി രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? കുട്ടികളുടെ കാര്യത്തിൽ മാറ്റി നിർത്തണം. അവരങ്ങനെ നമ്മുടെ എല്ലാ ഫീലിങ്സിനും ഈ സമൂഹം ചില കൺട്രോൾ വെച്ചിട്ട്, അത് സെക്സിനുണ്ട് കൺട്രോള്. സെക്സിനാണ് ഏറ്റവും വലിയ കൺട്രോൾ. കാരണം നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മളിപ്പോൾ പഴയ കാലത്തൊക്കെ ഒരു സെക്സിൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോഴേക്ക് നമ്മൾ എതിർത്തിരുന്നില്ല. എന്തിനാണത്? നമ്മുടെ സുരക്ഷിതത്തിലേക്ക് വിരൽ ചൂണ്ടാണ്. അപ്പോൾ ഓരോ ഇമോഷനെയും ഈ സമൂഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷൻ അപ്പുറം നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് കൃത്യമായ അളവിൽ അറിയുന്ന രീതിയിൽ കൊടുക്കണം. അറിയാത്ത രീതിയിൽ കൊടുത്താൽ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പെൺകുട്ടികളെയാണ് ട്രസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം ആൺകുട്ടികൾ പിന്നെയും ചില അറ്റ്മോസ്ഫിയറിൽ ഒന്നും കൂടെയൊക്കെ സ്വാധീനത്തിന് വിധേയരാകും. പെൺകുട്ടികളുടെ കൂട്ടായ്മ മാത്രമാണെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, അവരുടെ കാര്യങ്ങളിൽ വലിയ വലിയ വിഷയങ്ങൾ വരാറില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരൊരു തോട്ട് പ്രോസസ്സാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ള, ആദ്യമായിട്ട് അനാവശ്യമായ വറീസ് മാറ്റി വെക്കണം. എന്നാൽ ഈ വറീസൊക്കെ വെച്ചിട്ട് ഒരു 10-25 വയസ്സൊക്കെ ആയി അവരെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ വറീസൊക്കെ പോയാലോ? ഏറ്റവും കൂടുതൽ വറീസ് വേണ്ടത് അപ്പോഴാണ് നമ്മൾ ഈ കണ്ണൂർ സിസ്റ്റത്തിലൊക്കെ വിവാഹത്തിനൊക്കെ ഒരു സ്ത്രീ ആവുന്നത് എപ്പോഴാണ്? അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അവരുടെ കല്യാണത്തിൻ്റെ ആദ്യകാലങ്ങളിലാണ്. കാരണം പുതിയ ലോകത്തിൽ കൈ പിടിക്കുമ്പോൾ അവരെ അപ്പോഴാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇമോഷണലി വല്ല പ്രോബ്ലം ഉണ്ടോ, അതൊന്നും നോക്കാതെ പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്താൽ എല്ലാം തീർന്നു എന്ന് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ഈ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞതാണ് ഈ വിവാഹത്തിന് തന്നെയും ഒരു പരിധി വരെ ഇല്ലാതായി പോകുന്നത്. ആ സമയത്ത് മോൾ വിവാഹം കഴിച്ചോ, നിൻ്റെ ജോലി ഞാൻ നോക്കും, നിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കും, അതല്ലെങ്കിൽ നമുക്കതിനെ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്, അതല്ലെങ്കിൽ നമുക്കതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഹീലിംഗ്, അവരുടെ ഒരു ലൈഫിനെ അവരുടെ ആഗ്രഹങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മാതാപിതാക്കളാവാൻ ഒരു 50% നമ്മൾ തയ്യാറാവണം.
ഇതിപ്പോൾ നിങ്ങളെപ്പോലത്തെ ഈ പെൺകുട്ടികളുടെ മാത്രം സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങൾക്ക് അനുഭവമല്ലേ? എത്ര വർഷമായി നിങ്ങൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലാണോ പിന്നെ രക്ഷിതാക്കൾ ഒരു വർഷം കഴിഞ്ഞാൽ പെരുമാറുന്നത്? അനാവശ്യമായ പേടി ഒഴിവാക്കണം. പിന്നെ പെൺകുട്ടികൾക്ക് ഇവിടെ ജോലി സാധ്യതയുണ്ട് വീട്ടിൽ. അതിലെ രണ്ടാമത്തെ സാർ ചോദിച്ചത്. എനിക്കതിന് പറയാനുള്ളത് ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ആശയം എന്താ? ഭയങ്കര റിലാക്സ് ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും. വർക്ക് ഫ്രം ഹോം അതല്ലേ ഇപ്പോൾ എല്ലാവരുടെയും ഇഷ്ടം. ജോലിയൊക്കെ ഓക്കെ, പക്ഷേ വർക്ക് ഫ്രം ഹോം ആണ് സാർ. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ വർക്ക് അറ്റ് ഹോം എന്ന കാര്യത്തിൽ പിന്നെ എന്താ ചിന്തിക്കാത്തത്? എത്ര ഓപ്പർച്യൂണിറ്റീസാണ്, എത്ര ഓപ്പർച്യൂണിറ്റി. ഫാമിംഗ്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ, ടീച്ചിങ് മേഖലയിലൊക്കെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ടീച്ചിങ് വരികയാണ്. മില്യൺസാണ് അതിൽ സാമ്പത്തിക ശേഷിയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിയെ ജനിച്ചു അവരുടെ 10ാം ക്ലാസ് വരെ ഒരു പേഴ്സണൽ കെയർ ടേക്കറെ ഒരു ടീച്ചിങ് സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അതൊക്കെ ഹോം സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് പുതിയ കോൺസെപ്റ്റാണ്. വലിയ ആളുകളുടെ മക്കളെയൊക്കെ അവർ സ്കൂളിൽ പറഞ്ഞയക്കുന്നതോട് കൂടെ ഒരു ടീച്ചറെ കൂടെ അപ്പോയിൻ്റ് ചെയ്യണം. അവർക്ക് എന്ത് വേണം? നല്ല സ്വഭാവം വേണം, നല്ല നീറ്റ്നസ് വേണം, അങ്ങനെ അത് നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ലാംഗ്വേജ് വേണം. ഇത് ഏറ്റവും കൂടുതൽ പ്രിഫറബിളായിട്ട് വരുന്ന പെൺകുട്ടികൾക്കാണ്. അവർ എല്ലാ സമയത്തും ഇവരുടെ കൂടെ വേണമെന്നില്ല. ഒരു പേഴ്സണൽ കോച്ച്, അതിനൊക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് ബ്രിട്ടനിലും ലണ്ടനിലും ഒക്കെയുള്ള പല കുട്ടികളുടെയും ട്യൂട്ടറും അതുപോലെ ട്രെയിനറും ആരാണ്? ഇവിടെ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഫീൽഡിലും വർക്ക് അറ്റ് ഹോം എന്നല്ല, വർക്ക് അറ്റ് ഹോം അതാണ് പുതിയ ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10-20 ഫീൽഡെങ്കിലും നമുക്ക് പെൺകുട്ടികൾക്ക് അവരവരുടേതായ രീതിയിൽ ഓൺട്രപ്രണർ ആവാനും അതുപോലെ മറ്റു ആളുകളുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാനും. ഒരു 3-4 പെൺകുട്ടികൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു പ്രൊജക്റ്റും കേരളത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ആ സമയത്ത് ആൺകുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ആൺകുട്ടികൾക്ക് ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പെൺകുട്ടികളെ അപേക്ഷിച്ച് ക്ഷമ കുറവാണ്. അപ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കി, ഇപ്പോൾ ഉദാഹരണം ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്തോ അതിൽ സോഫ്റ്റ്വെയർ രംഗത്തോ ഒരു 4 പെൺകുട്ടികൾ ചേർന്നൊരു കമ്പനി ഉണ്ടാക്കിയാൽ അതൊരു ആണിൻ്റെ കൂട്ടായ്മയേക്കാൾ വിജയിക്കും. മാത്രമല്ല ഗവൺമെൻറ് സപ്പോർട്ട് കൂടുതലാണ്. അതിനേക്കാൾ വലിയ സപ്പോർട്ട് സോഷ്യൽ സപ്പോർട്ടാണ്. കാരണം ഒരു പെൺകുട്ടികളുടെ സംരംഭമാണെന്ന് അറിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് സാർ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരിക്കലും 140-145 കോടി ജനങ്ങളുമുള്ള ഈ നാട്ടിൽ ഇവിടെ നമുക്ക് ഇന്ത്യ പണിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പാട്രോയിസ് എന്നൊക്കെ പറയുന്നത് എന്താ? രാജ്യസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വിശ്വാസിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമല്ലേ. അപ്പോൾ കുറച്ചൊരു കഴിവുണ്ടാകുമ്പോഴേക്കും അത് വിദേശത്ത് കൊണ്ടുപോയി വിൽക്കുന്നതിനേക്കാൾ അവനവൻ്റെ സ്വദേശം അതിന് കൃത്യമായി പാകപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ പെൺകുട്ടികളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുമ്പോൾ പറയാണ് ഈ ഇതിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഡബിൾ ഡേ എന്ന് പറയും. അതായത് നാട്ടിലിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്. അവർക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി എന്തായാലും ചെയ്യണം, അതോടൊപ്പം അവരുടെ വീട്ടിലെ കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 1, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് അവർ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം, അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വർക്ക് അറ്റ്മോസ്ഫിയർ കേരളത്തിലില്ല എന്ന് പറയാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ചില ഇത് പറയുന്നത് സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങിയതോട് കൂടിയിട്ട് സ്ത്രീകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ഇതിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിൽ ആദ്യത്തെ പ്രശ്നം, നിങ്ങൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. പക്ഷെ ആൾറെഡി നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനൊരു പകരം നമ്മൾ കാണണം. ഞാൻ ഇന്ന് എൻ്റെ മകൾ ഹിബ ജോലിക്ക് പോകുന്നുണ്ട്. സ്കൂൾ മാനേജറായിട്ട് അവരാണ് വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് 2 കുട്ടികളുണ്ട് അവർക്ക്. ആ 2 കുട്ടികളുടെ കെയർ ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ചെയ്യാൻ, നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് കഴിയും. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ വീട്ടിലൊരു മെയ്ഡിനെ വെക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, IASഉം IPS ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലല്ലോ. കാരണം എന്താണ്? അവർ ഗവൺമെൻറ് ആ ഒരു സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയാണോ എന്നല്ല, ഒരു രാജ്യം ബിൽഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സ്കൂളിൽ ഒരാൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു നേഷൻ ബിൽഡ് ചെയ്യുന്നതിന് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അവരോട് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, ഒരു ഹൗസ് മെയ്ഡിനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. കാരണം ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, ഇമോഷണൽ ഫീലിങ്ങിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ അവിടെ ഏറ്റെടുക്കുമ്പോൾ ഇവിടെ റെസ്പോൺസിബിലിറ്റി വിട്ടുപോകരുത്. അതിനെ മാനേജ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്താം. അതിൽ നിങ്ങൾ രാത്രിയും പകലും
നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന സമയത്തിന് ഭർത്താവിനെയും കുട്ടികളെയൊക്കെ പരിഗണിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ചെറിയ സാലറിക്കോ അല്ലെങ്കിൽ പറയുന്ന സാലറിക്കോ നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെ ഒരു സ്ത്രീ വർക്ക് ചെയ്താലും ഒരു നല്ലൊരു കപ്പാസിറ്റി ബിൽഡറാണ് ഒരു 50 രൂപ 40 രൂപ 50 രൂപ അവർക്ക് സാലറി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 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 ഹസ്ബൻഡും ഒരു വൈഫും ജോലിക്ക് പോകുന്നെങ്കിൽ ഒരു ഹൗസ് മെയ്ഡിന് അവിടെ നല്ലൊരു സ്കോപ്പുണ്ട്. മാത്രമല്ല നമ്മൾ വേറൊരു രീതിയും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് മതം പഠിപ്പിക്കുന്ന. അവർക്ക് ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് ഇതും പഠിപ്പിക്കണം. കാരണം ഹോം കെയർ എന്ന് പറയുന്ന സാധനം ഇന്ന് വളരെ വലിയ സാധ്യതയാണ്. മറ്റൊരു ഇൻഡസ്ട്രിയാണ്. എല്ലാവരും ഒരേപോലെ അല്ല, ബുദ്ധിയിലും തൻ്റെ ഇടത്തിലൊക്കെ. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കൂട്ടം ഉമ്മമാരെ സഹായിച്ചിരുന്നവരുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. എങ്ങനെയാണ് അവർ പട്ടിണിയായിരുന്നു, എന്നിട്ട് അവർക്ക് കൊടുത്തിരുന്നില്ല അവർ. ഇപ്പം നമ്മുടെയൊക്കെ തറവാടുകൾ അങ്ങനെ കണ്ടു. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മയെ സഹായിച്ചിരുന്ന പലരും അവിടെ സഹായത്തിന് കൊടുക്കാൻ കാശില്ല ഉമ്മയുടെ കയ്യിൽ. എന്നിട്ടും അവർ വന്നിരുന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ഊട്ടാനും ഉറക്കാനും ഇത് വേണം അവർക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മളെപ്പോഴും ആ പൊസസീവ്നെസ് വിട്ടിട്ട് നല്ല എഡ്യൂക്കേറ്റഡായ, എന്നാൽ ഇതിനൊന്ന് ഉദാഹരണം സമൂഹത്തിൽ ഒരുപാട് അത്ര മിടുക്ക് കാണിക്കാത്ത കുട്ടികളുണ്ട്. അവരെ ഡെവലപ്പ് ചെയ്ത് അവർക്കും പ്രോട്ടോക്കോൾ അനുസരിച്ച് വർക്ക് ചെയ്യണം. അവിടെ എന്താ വരുത്, ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ഒരു ഒരു കെയർ ടേക്കർ, അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയും അത്തരം കുട്ടികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസ്സിൽ സ്ത്രീകളില്ലേ കുട്ടികളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ഓഫീസ് അസിസ്റ്റൻ്റ് ഇല്ലേ, ഇതേപോലത്തെ ഒരു തസ്തികയായിട്ട് നമ്മൾ ഹോം എന്ത് ചെയ്യണം, മാറ്റണം. എന്നിട്ട് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നാൽ ഇന്നത്തെ പെൺകുട്ടികളുടെ 75% പിരിമുറുക്കവും ആക്ഷേപവും മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ പോയിട്ട് 15 രൂപക്കുള്ള കപ്പാസിറ്റിയിലൊന്നും ജോലി ചെയ്യരുത്. നല്ല കപ്പാസിറ്റി ബിൽഡ് ചെയ്യണം. നല്ല കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു ഡിഗ്രി എടുക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അതുപോലെ അവനവന് ചിന്തിക്കാനും ലീഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ നിങ്ങൾ എല്ലാ വർഷവും എനിക്ക് തരും, ഞാൻ തയ്യാറാണ് എടുക്കാൻ. കാരണം എനിക്കിപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ എഡിറ്റ്യൂഡിന് വേണ്ടി മാത്രം ഞാൻ 45-50 പെൺകുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. അതിൽ നല്ലൊരു ശതമാനം ഫ്രഷേഴ്സിനെ എടുത്തിരിക്കുന്നത്. എന്താ കാരണം, നല്ല ലാംഗ്വേജും നല്ല മിടുക്കുണ്ട്. പല സ്ഥാപനങ്ങളിൽ നിന്ന് ഇപ്പോൾ വരുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ പോയാലും തുടക്കത്തിൽ 25 രൂപ സാലറി കിട്ടാനുള്ള സ്കോപ്പുണ്ട്. ഒരു 2 വർഷമാകുമ്പോഴേക്കും ഒരു 50ലേക്ക് എത്തും. എന്തുകൊണ്ട് ഒരു ഹൗസ് മെയ്ഡിനെ കൊടുത്തുകൂടാ? ഒരു 15 രൂപയിലും തുടങ്ങി ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എന്താവും, കാരണം എന്തായാലും 4 മണിക്ക് വിട്ട് തിരിച്ചെത്താലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവരുടെ ടെൻഷൻ്റെ ആ ഒരു ട്രാക്ക് ഗൾഫിലൊക്കെ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ പൂർവ്വകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത ഐഡിയയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, പിന്നെ നമ്മൾ പറഞ്ഞത് വീട് ചാൻസ് ഉണ്ടോ? ബിലീവ് മീ, കേരളം വിശ്വസിക്കുന്നത് പെൺകുട്ടികളെയാണ്. എത്രത്തോളം സ്ത്രീ ആ പ്രൊജക്റ്റിന് ഓക്കെ ആണോ, അങ്ങനെ ഒരു ചാൻസ് കഴിഞ്ഞിട്ട് ആൺകുട്ടികളിലേക്ക് പോകും. കാരണം ആൺകുട്ടികൾക്ക് അവരുടെ ജോബിൻ്റെ നേച്ചർ വെച്ച് പുതിയത് കണ്ടെത്തുക, റിസ്ക് എടുക്കുക, പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്യുക, ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, ഏതൊരു ഓർഗനൈസേഷനും അവർ കേരളത്തിൽ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ റിസപ്ഷനിസ്റ്റ്, അക്കൗണ്ടൻറ്റ്, അതുപോലെ ഒരു പരിധിവരെ മാർക്കറ്റിംഗ്. ഏറ്റവും വലിയ പ്രത്യേകത IT-യിലാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ സോഫ്റ്റ്വെയർ. ഇങ്ങനെ എണ്ണിയാൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇപ്പോൾ വരുന്നത് പെൺകുട്ടികൾക്കാണ്. ഇതാണ് എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ കുറേ പ്രൊജക്റ്റ് ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോൾ കേരളത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊക്കെ ഐഡിയ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇതിന് വേണ്ടിയിട്ട് പൂൾ ചെയ്യുക. അധികം ആളുകളുടെ അടുക്കലും ക്യാഷ് ഉണ്ടാവില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, കോഴിക്കോട് സിറ്റിയിൽ നമ്മളിന്ന് കാണുന്ന പല പ്രോജക്റ്റുകളും സിംഗിൾ ഓണറുടേതല്ല, അതൊരു കളക്റ്റീവാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ പൂളിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു മതപരമായി ചിന്തിച്ചു നോക്കൂ. കച്ചവടത്തിൻ്റെ ഒരു അധ്യായത്തിൽ കൂട്ടുകച്ചവടമാണ് 2ാമത്തെ വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കൂട്ടുകച്ചവടങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളൊരു ഓൺട്രപ്രണർ ആവൽ എങ്ങനെയാണ്? ഒരു ഐഡിയ ഉള്ള ഒരാളുടെ കയ്യിൽ ദൈവം പൈസ കൊടുക്കില്ല. കാരണം ഹ്യൂമാനിറ്റിയെ കണക്ട് ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ആപേക്ഷികമായ മാറ്റങ്ങൾ. കാശുള്ളവൻ്റെ കയ്യിൽ ബുദ്ധി കൊടുക്കില്ല, ബുദ്ധിയുള്ളവൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല. ഇത് രണ്ടുമുള്ള ആളുകളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കുറവുണ്ടാവും. അപ്പോൾ എപ്പോഴും സമൂഹത്തെ കണക്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ 100%
ഒരു ഐഡിയയുമായി ചെന്നാൽ ഇപ്പോൾ നിങ്ങളറിയില്ലേ, ഇപ്പോഴുള്ള എല്ലാ സ്റ്റാർട്ടപ്പും 51% വരെ ഷെയർ ആർക്കാണ്? ഐഡിയക്കല്ലേ. 49 പുറത്തുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ലോകം അംഗീകരിച്ചൊരു തിയറിയാണ്. അപ്പോൾ നമ്മൾ ഒരു നല്ല ഒരു കൂട്ടായ്മ സൃഷ്ടിച്ച് 5 പേരിരുന്ന് ഡിസ്കസ് ചെയ്ത് വി വിൽ സ്റ്റാർട്ട് സച്ച് എ ബിസിനസ്. പക്ഷേ ഒന്ന് ചെയ്യണം, ആണായാലും പെണ്ണായാലും ഒരു ഐഡിയയിലേക്ക് വരുമ്പോൾ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി വേണം, ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. എന്നിട്ട് അത് രണ്ടും ഉണ്ടാക്കിയാൽ അത് സ്വീകരിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാണ്. ഇവിടുത്തെ നല്ല സമ്പന്നരായ വളരെ കൂളായിട്ട് ഫണ്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ കേരളീയരാണ്. കോഴിക്കോട് ബേസ് ചെയ്ത ഒട്ടുമിക്ക പ്രൊജക്റ്റുകളിലും ഇന്ന് കാണുന്ന പുറത്തു വരുന്ന ആളുകളെ അല്ല അതിൻ്റെ പിന്നിൽ. വളരെ സൈലൻ്റായിട്ട് മില്യൺസ് മുടക്കിയ ആളുകൾ എനിക്കറിയാം. അപ്പോൾ ഒരു പെൺകുട്ടികളുടെ ഒരു കൂട്ടായ്മ, ഒരു 5 പേരടങ്ങുന്ന ഒരാൾ ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ അവർക്കൊരു ആശയം ഉണ്ടായാൽ, ബിലീവ് മീ, അവർ ആകെ വേണ്ടത് ഒരു IIM ബേസ്ഡ് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ളൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയെ കണ്ട് ആ ഐഡിയ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കി ഒരു 10-15 പേജുള്ള അല്ലെങ്കിൽ 14 സ്ലൈഡുള്ള ഒരു ഫ്രെയിമിലേക്ക് നിങ്ങളത് കൺവേർട്ട് ചെയ്താൽ വിശ്വസിക്കുക, നിങ്ങൾ ആരും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യും. കാശുള്ളവർ ഉറപ്പായിട്ടും. കാരണം എന്താണ്? കാശുള്ളവനെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എല്ലാ ആളുകളും പൈസ മടിയന്മാരെന്താ ചെയ്യുക? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. റിസ്ക്ലെസ്സാണ്. പക്ഷെ ആ കാലം കഴിഞ്ഞു. കാരണം അവർക്കൊക്കെ അറിയാം, ബാങ്കും വെറുതെ ഇരിക്കില്ല, അവർ ആ പൈസ ഐഡിയയുള്ളവർക്ക് കൊടുക്കണം. ബാങ്ക് എന്താ ചെയ്യുക? നമ്മുടെ കാശ് മേടിച്ചിട്ട് മണ്ടന്മാർക്ക് 10 കൊടുത്ത് 20% പുറത്തുനിന്ന് മേടിച്ച് നല്ല ബിസിനസ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് ഒരുപാട് ബിസിനസ്സിൻ്റെ പേര് പറയാൻ പറ്റും, പക്ഷെ അത് ഒരു രഹസ്യം പുറത്തു വിടലാണ്. ഇന്ന് കാണുന്ന ഞാൻ അറിയുന്ന ഒരുപാട് കൂട്ടായ്മയുടെ പിന്നിൽ 2 കോടി 5 കോടി 10 കോടി ആവശ്യമുള്ളതൊക്കെ സമൂഹം കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ടതില്ല. നല്ല വൃത്തിയായ ഐഡിയ, ഫീസിബിലിറ്റി വേണം, അത് ആളുകളെ വിശ്വസിക്കുന്ന രീതിയിലാവണം. 50% റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കി കൊടുക്കണം. 100% റിസ്ക് ഒഴിവാക്കിയ പിന്നെ ബിസിനസ്സല്ല. ഒരു 50% അതൊരു ഒരു ഹോപ്പും ഒരു സ്കോപ്പും ഒരു സപ്പോർട്ടീവായ ആശയമാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടാതിരിക്കും. അതെന്ത് വേണം? അവിടെയാണ് എൻ്റെയൊക്കെ റോള്. PMC എന്ത് ചെയ്യും? നിങ്ങളുടെ ആശയത്തെ ഒന്ന് കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്ത് നമ്മുടെ അനുഭവം വെച്ച്. ഇപ്പം ഞാനൊരിക്കലും ബിസിനസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഞാൻ റിസ്ക് എടുക്കുന്ന ബിസിനസ് ചെയ്യില്ല. എന്താ കാരണം? റിസ്ക് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മളൊരാളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സുകാരെ ഇരുന്ന് കാശ് വാങ്ങാം. നമ്മളൊരിക്കലും ബിസിനസ്സിൽ ആരുടെ കാശ് വാങ്ങരുത്? സാധാരണ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കരുത്. കാരണം അവർക്ക് ബിസിനസ്സിൻ്റെ റിസ്ക് അറിയില്ല. ബിസിനസ് നഷ്ടവും ലാഭവും ഒരുപോലെയാണ്. ആ സമയത്തൊരു പ്രോജക്റ്റ് അത് സക്സസ് ആവുന്നത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ക്യാപിറ്റൽ. ഇപ്പോൾ ഉദാഹരണം, ഒരു സ്കൂൾ തുടങ്ങണം. സ്കൂൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? ആദ്യം 10 ഏക്കർ ലാൻഡ് വേണം, പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭൂമി വേണം. വെറും സർവീസിൻ്റെ മണി മാത്രമേ ഇതിൽ കുറയ്ക്കേണ്ടുള്ളൂ. 25 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഒരു സ്കൂളെങ്കിൽ 15 കോടി രൂപയുടെ ബിൽഡിങ്ങും 8 കോടിയുടെ സ്ഥലവും ഉണ്ടാവും. അതവിടെ അടച്ചിട്ടാൽ പോലും 5 കൊല്ലം കഴിഞ്ഞാൽ എന്താവും? പ്രോഫിറ്റബിളാണ്. അത് റിസ്ക് കുറക്കലാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറ് ഇങ്ങനെയാണ്. എനിക്ക് ബിസിനസ്സിൻ്റെ പ്രൊജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിൻ്റെ ലാഭം ഭയങ്കര. ഇപ്പോൾ റോയൽ ഡ്രൈവ് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ് എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് ഭയങ്കര റിസ്ക് ഉണ്ട്, പക്ഷേ പ്രോഫിറ്റും എന്താണ്? വളരെ കൂടുതലാണ്. പിന്നെ ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്താണ് പ്രത്യേകത? ട്രേഡിങ്ങിന് ഈ പറഞ്ഞ പോലെ റിസ്ക് കുറവാണ്, പക്ഷേ ലാഭം കുറവാണ്. കാരണം 2% 3%. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ആപ്പിൾ കയറ്റി അയച്ചോളൂ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേറെന്ത് ട്രേഡിംഗ് ആണ് അതൊക്കെ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത, റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിലേക്ക് കൊണ്ടുവരേണ്ടത് റിയൽ ബിസിനസ്സുകാരെയാണ്. അല്ലാത്ത ഒരു പ്രൊജക്റ്റിലേക്കും എന്ത് ചെയ്യരുത്? ആളുകളെ കൊണ്ടുവരരുത്. ആ സമയത്ത് ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ട്, ക്യാപിറ്റൽ സേഫാണ്. ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. ഇനി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരങ്ങ് മാറിയാലും വേറൊരാളിനെ റീപ്ലേസ് ചെയ്യും. ഇതിൽ പല പാരൻസും ചൂസ് ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള മേഖല മക്കൾക്ക് കാണിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം പണ്ടൊക്കെ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് എന്തിനാണ്? റിസ്ക് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പല ഫീൽഡുകളും ചിലപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള പാരൻസ് പോലും മക്കൾ റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിനോട് എങ്ങനെയാണ് അപ്പം നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലേ? ദൈവം മരണം രഹസ്യമാക്കി വെച്ചത്, അതിനൊരു രഹസ്യമുണ്ട്. അത് മനുഷ്യനെ റിസ്കിലേക്ക് എങ്ങനെ ഇറങ്ങിയാലും കൃത്യമായ രീതിയിൽ മനുഷ്യനെ മാത്രമേ റിസ്ക് എടുക്കാൻ പറ്റൂ. അത് ദൈവികമായൊരു വരദാനമാണ്. നാളെ മരിക്കും എന്നുറപ്പില്ലാത്ത, അല്ലെങ്കിൽ നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ലാത്തവരിലേക്ക് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണ് റിസ്ക് എടുക്കുക. പക്ഷെ റിസ്ക് എങ്ങനെയായിരിക്കണം?
റിസ്ക് എന്ന് പറയുന്ന അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫീസിബിലിറ്റിയും ഒരു കൃത്യമായ പഠനവും കൃത്യമായ അന്വേഷണവും. ഒരു ബിസിനസ് ഒരു ദിവസം കൊണ്ട് തുടങ്ങേണ്ടതല്ല. ഒരാശയത്തെ ഏറ്റവും ചുരുങ്ങിയത് 3 മാസം അതിന് നമ്മൾ തന്നെ ഷേപ്പ് ചെയ്യണം. പിന്നെ അഡ്വൈസ് എടുക്കണം. അഡ്വൈസ് പോസിറ്റീവും കിട്ടും, നെഗറ്റീവും കിട്ടും. 10 ആളെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അഡ്വൈസ് എടുത്താൽ 7 പേര്, 5-ൽ കൂടുതൽ പേര് നിങ്ങളോട് അതിനെ ഓക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല. ആ സമയത്ത് അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ റേറ്റിംഗ് ഉണ്ട് ബിസിനസ്സിന്, ഐഡിയക്ക് റേറ്റിംഗ് ഉണ്ട്. IIM-ൻ്റെ ഒക്കെ ഒരു സബ്ജക്റ്റ് അതാണ്. ഇപ്പോൾ പുതിയ കാലഘട്ടങ്ങളിലൊക്കെ MBA അതുപോലെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ബിസിനസ്സിന് റേറ്റ് ചെയ്ത് തരുവാർ, നമ്മുടെ ഐഡിയ റേറ്റ് ചെയ്ത് തരുവാർ ഇത്തരം ഏജൻസികൾ. ഇപ്പോൾ എൻ്റെ സ്കൂൾ പ്രൊജക്റ്റിൻ്റെ എക്സലൻ്റ് ആണ് ചെയ്തത്. 4.7 ആണ് എൻ്റെ മാർക്ക്. അതിൻ്റെ ഒരു ഷീറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ 4.7 ഒരു ബിസിനസ്സിൽ ഇവിടുത്തെ പ്രഗത്ഭരായ രാഹുൽ ദാസിനെ പോലുള്ള ആളുകളൊക്കെ അത് 7.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ റിസ്ക് നമ്മളെപ്പോലെ തന്നെ ഈ റേറ്റിംഗ് ചെയ്യുന്നവർക്കുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് അവർ ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ബിസിനസ്സിനെ ഇവിടെ നിലവിലുള്ള ഏജൻസികൾ അതിൻ്റെ റേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ കൂടെ നിൽക്കണം. പിന്നെ എല്ലാ നിലക്കും മക്കളെ തടയുന്ന ഒരു രക്ഷിതാക്കളുണ്ട്. ആ ബിസിനസ് ഒന്നും ചെയ്യേണ്ട. ആ ആളുകളുടെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി തന്നിലെ കഴിവ് തിരിച്ചറിയും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളത് സ്വന്തം രക്ഷിതാക്കളെ തന്നെയാണ്. കാരണം ഈ കുട്ടി സ്വതന്ത്രമായി ദുബായിലെത്തിയപ്പോൾ പെട്ടെന്ന് കച്ചവടക്കാരനായി. 2 കൊല്ലം കൊണ്ട് കച്ചവടക്കാരനായ എത്രയോ ആളുകളുണ്ട്. അയാൾക്ക് ഇവിടെയും കച്ചവടക്കാരനാവാമായിരുന്നു. പക്ഷേ അയാൾ തടഞ്ഞു നിർത്തിയതാരാണ്? പാരൻസാണ്. ഈ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നോക്കേണ്ടത് ഇങ്ങനെ ഒരു സിസ്റ്റം ആണോ ചെയ്യുന്നത്, ബിസിനസ്സിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്. ആ റിസ്ക് പഠിച്ചാൽ ആ പഠിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിച്ചാൽ അവർ തന്നെ സ്വയം പിൻവാങ്ങുകയും മുന്നോട്ട് വരികയും ചെയ്യും. പെൺകുട്ടികൾക്കൊക്കെ പറ്റുന്ന 100 കണക്കിന് ഓൺട്രപ്രണർ സംവിധാനങ്ങൾ കേരളത്തിൽ ഡെവലപ്പായി വരികയാണ്. കേരളം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അത് ഞാൻ പറയുന്നത് പെൺകുട്ടികളെ മുഴുവൻ ക്യാൻഡം ഫെയറിന് കൊണ്ടുപോകണം. അവർ തിരിച്ചു വരിക 5 ഐഡിയ ആയിട്ടാണ് വരിക. ചൈനയിൽ കൊണ്ടുപോകണം. 75,000 50,000 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇവിടുത്തെ ഒരു IIM-ൽ പഠിച്ച നോളേജിനേക്കാൾ കൂടുതൽ കിട്ടും. എന്തുകൊണ്ട് നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോയി കൂടാ? ബിസിനസ്സിന് താല്പര്യമുള്ള പെൺകുട്ടികളെ സെലക്ട് ചെയ്യാം. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഐഡിയക്ക് ഒരു പ്രയാസമില്ല, അവർ തിരിച്ചു വരും. അപ്പോൾ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചൈനക്കാരെ കൂട്ടത്തിൽ ജോലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അത്ര ജനസംഖ്യ അവർക്കുമില്ലേ? അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു സ്റ്റൈലാണ് ഇന്ന് ഈ രാജ്യത്ത് ചലഞ്ച് ചെയ്യാൻ അവർക്ക് കഴിയുന്നത്. ഓരോ വീടും ഓരോ പ്രൊഡക്റ്റാണ്. എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യയാണ് ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഏറ്റവും നമ്പർ 1. പക്ഷെ അവർക്കാണ് ആദ്യം ട്രെയിനിങ് കിട്ടിപ്പോയത് അവർക്കാണ്. നമുക്ക് നമ്മുടെ പൂർവ്വകാല ജനങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? തുടങ്ങി വെക്കണം. ധൈര്യമാവണം. ദുബായിൽ പോയാൽ ഒരു ദൈവം വേറെ, ഇന്ത്യയിൽ വേറൊരു ദൈവം, കേരളത്തിൽ വേറൊരു ദൈവം, അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇച്ഛാശക്തിയാണ്. ഞാൻ ഈ കേരള രാഷ്ട്രീയത്തെ ഇടപെടാൻ വേണ്ടി പറയല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ കേരളത്തിലെ ചില ലീഡേഴ്സ് ഇന്ന് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ഇച്ഛാശക്തിയാണെന്ന് ഞാൻ എന്ന് പറയാം. നമ്മളതിൻ്റെ ആ ഒരു ഇച്ഛാശക്തി അതിനു മുമ്പ് ഭരിച്ച നേതാവിനുണ്ടായിരുന്നു. ഇച്ഛാശക്തി എന്ന് പറഞ്ഞ സാധനം നിർബന്ധമാണ്. അതിനെ നമ്മൾ ഷെയ്പ്പ് ചെയ്യണം. അതുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി അവരെ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കുട്ടികളെ നന്നായിട്ട് മെൻറ്റർ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്കൊക്കെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന് മുഴുവൻ പട്ടിണി മാറ്റാൻ കപ്പാസിറ്റിയുള്ള ആളുകളാണ്. നമ്മൾ IAS-ഉം IPS-ഉം ഒക്കെ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നല്ല ബിസിനസ് കപ്പാസിറ്റിയുള്ള കുട്ടികൾ. ആ കപ്പാസിറ്റിയുള്ള കുട്ടികളെ നമ്മൾ വഴിതിരിച്ചു കൊടുത്താൽ മറ്റു പലരേക്കാളും വലിയ അത്ഭുതങ്ങൾ അവർ ചെയ്യും. അവരാണല്ലോ ഫ്യൂച്ചറിൽ ജോബ് ക്രിയേറ്റ് ചെയ്യാനും എക്കോണമീനെ റൺ ചെയ്യാനും ഒക്കെ ഉള്ളത്. ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബിസിനസ്സുകാർ പോലും ചിലപ്പോൾ അവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്, ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഒരു ജോലി, അത് കഴിഞ്ഞാൽ എന്താണ് ജോലി എന്നുള്ള നിലക്ക് ചോദിക്കുന്നുണ്ട്. നേരത്തെ സാറ് ചൈനയുടെ കാര്യം പറഞ്ഞല്ലോ. ചൈനക്കാരെവിടെയും നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, ഓൺട്രപ്രണേഴ്സായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് AI-യും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾക്ക് ഓൺട്രപ്രണോറിയൽ സ്പിരിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ ഓൺട്രപ്രണോറിയൽ സ്പിരിറ്റ് ഈ ജനറേഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇനി സാർ, അത് ബേസിക്കലി നമ്മുടെയൊക്കെ ഹൃദയത്തിലും നമ്മുടെയൊക്കെ ലൈഫിലും അതുണ്ട്.
കാരണം ആദ്യത്തെ ഈ ഒരു സ്പിരിറ്റ് നൽകുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ രക്ഷിതാക്കളുടെ ജീവിതമാണ്. വളരെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് പറയാനുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറ അതിൽ നിന്ന് അന്യം നിന്നിട്ടില്ല. ഒരു മാന്യമായ രീതിയിൽ അത്തരം ഒരു സ്പിരിച്വാലിറ്റിയും അത്തരം ഒരു ജീവിത രീതിയും അവർക്കുണ്ട്. അപ്പോൾ പക്ഷേ ഒരു പുതിയ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് വെച്ചാൽ പെട്ടെന്നുള്ള ടെക്നോളജിയുടെ ഒരു വരവാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് മുതൽ ഈ ഒരു കാലത്തെ ഒരു 15-20 കണ്ടുപിടിക്കാച്ചാൽ ജനങ്ങൾക്ക് എത്തിയതിന് ശേഷം 91-90 യു എയിലൊക്കെ ഇൻ്റർനെറ്റ് വരുന്നത്. ആ ഒരു ട്രാക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ പക്ഷെ ഒരു ലീപ്പ് ഭയങ്കര കുതിച്ചാട്ടം വന്നു കഴിഞ്ഞൊരു 3-4 വർഷത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ആപ്പിളൊക്കെ എന്ത് ചെയ്തത്, ഗംഭീരമായ മാറ്റം കൊണ്ടുവന്നു. ആദ്യം അവർ ടാബ് കൊണ്ടുവന്നു, കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. പെട്ടെന്നാണ് എന്തുണ്ടാവുന്നത്, ഒരു 1000കണക്കിന് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്ന മൊബൈലിലേക്ക് അവർ മാറുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലീപ്പ്, ഇതിപ്പോൾ കണ്ടുപിടിച്ചവർക്ക് തന്നെ ഒരു തുറന്നു വിട്ട എന്താ പറയുക, ഒരു കുപ്പിയിൽ നിന്ന് പുറത്തു വന്ന ഭൂതം പോലെയാണ്. ഒരു സാധനം മാർക്കറ്റിൽ വന്ന് നമ്മുടെ ജീവിതത്തെയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അതിന് സിസ്റ്റം കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പോയി നമ്മളിപ്പോൾ. അതെന്താ വെച്ചാൽ ടെക്നോളജിയെ ഏത് കാലത്തും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചൊരു വർഷങ്ങളാണ്. 1965 ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചിരിക്കണം. അതൊക്കെ അവരുടെ ഡിഫൻസ് വിഭാഗത്തിന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളായിട്ട് കണ്ടുപിടിച്ചാണ്. പക്ഷെ നമുക്കത് 90-95 കിട്ടിയുള്ളൂ. ഇങ്ങനെ ഒരു സാവകാശം ലോക ചരിത്രത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും കണ്ടുപിടുത്തങ്ങളോട് കാണിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 4-5 വർഷമായി ലോകത്തൊരു പ്രത്യേകതരം മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ ബാഹുല്യം കാരണം അങ്ങനെ ഒരു സ്ലോനെസ്, അതല്ലെങ്കിൽ ഏത് ജനങ്ങൾക്ക് കൊടുക്കണ്ട എന്നിടത്ത് ക്രമം തെറ്റിപ്പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ടെക്നോളജിയുടെ ആധിക്യമാണ്. അപ്പോൾ ചിലർ പറയും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരിക്കലുമല്ല. ലോകത്ത് പല കണ്ടുപിടുത്തങ്ങളും അതിൻ്റേതായ ഒരു ഘട്ടെടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. TV അതുപോലെ മറ്റെന്ത് നിങ്ങളെടുക്കും. പക്ഷേ മൊബൈലിലൂടെ വന്ന ആപ്ലിക്കേഷൻസും അതിലേക്ക് വന്ന ഈ ചേരുവകളും നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ നമ്മൾ വളരെ നന്നായി കൈകാര്യം ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഞാൻ ഒറ്റയടിക്കുന്ന റിസർച്ച് ചെയ്ത ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഫിസിക്കലായിട്ട് നമ്മുടെ സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്യണം. ശരീരവും വേണ്ടപ്പെട്ടതാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല ഒരു മനസ്സുണ്ടായിട്ട് കാര്യമില്ല, നല്ലൊരു ശരീരമുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു 60, 70, 80 കടക്കാൻ കഴിയൂ. ഇപ്പോഴത്തെ യൂത്തിനും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും PCOD, പ്രശ്നം, ഇതെല്ലാവരും പറയുന്നത് എന്താണ്? എല്ലാവരും പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസാണ്. മൊബൈൽ നോക്കുന്നതിന് ആരും എതിരല്ല, പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മെനുവിലാവട്ടെ, ജീവിതശൈലിയിലാവട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷനെ കൃത്യമായി കൊണ്ടുവരണം. ഹൈജീൻ മാത്രമൊന്നുമല്ല അതിൻ്റെ പ്രശ്നം. നല്ല ആരോഗ്യം വേണം, നല്ല മസിൽ വേണം, നല്ല ലൈഫ്, നല്ല ഒരു മനസ്സ് എവിടെ നിൽക്കുള്ളൂ, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നിൽക്കൂ. നല്ല മനസ്സുണ്ട് പക്ഷെ അയാൾ നിത്യരോഗിയായി എന്ത് ചെയ്യാൻ പറ്റും, ഒരു വരി എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരണം. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായ തലത്തിൽ നിന്ന് തുടങ്ങണം എന്നർത്ഥം. ഒരു പരിധി വരെ അതിൻ്റെ ലാക്ക് നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എന്നെയും നിങ്ങളെയും, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ 62 വയസ്സായ ഒരാളാണ്. എന്നെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുപോയത് എൻ്റെ കമ്പനിയാണ്. കാരണം 7 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണം വട്ടനോക്കിൽ, 6 to 7 ക്ലബ്ബിൽ നിർബന്ധമായിട്ട് പോകണം, ഹെൽത്ത് ക്ലബ്ബിൽ. അപ്പം സ്വിമ്മിങ് വേണം, ഓടണം, ചാടണം, എല്ലാം ചെയ്യൽ എൻ്റെ കമ്പനി എന്നെ അവരാണ് ഇൻസ്ട്രക്ട് ചെയ്തത്. സ്വാഭാവികമായിട്ട് കാരണം ഒരു ഹെൽത്തിയായ ഒരു ഞാനുണ്ടെങ്കിലേ എൻ്റെ ചിന്ത എന്താവുള്ളൂ, ഹെൽത്തി ആവുള്ളൂ. ആഴ്ചയിൽ 3 ദിവസം ലീവ് എടുത്താൽ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പ്ലീസ് എനിക്ക് പറയാനുള്ളത്, ആ ഒരു സംഭവത്തെ, ഒരു ഹെൽത്തിയർ ലൈഫിനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രീ KGയിലേക്ക് കൊണ്ടുവരണം. ഇൻറ്റിഗ്രൽ പാർട്ടാക്കണം. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ ഗൾഫ് മേഖലയിലേക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ഡിഗ്രി പഠിക്കുന്നവരോടൊക്കെ നമ്മൾ പറയണ്ട. ഈ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ 80 വയസ്സ് പ്രായമുള്ള ഒരാൾ അയാളുടെ 15 വയസ്സിൽ കടൽ നീന്തിയിട്ടാണ് സാർ ഈ ദുബായിക്ക് പോയത്. അന്ന് അവർ പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്ന് ജോലിയില്ല, പട്ടിണിയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർ ജീവൻ പണയം വെച്ച് ഈ ഗുജറാത്തിലെ ലോഞ്ചിൽ കയറി ദുബായിക്ക് പോകില്ല.
ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും നമുക്കില്ലല്ലോ. 10,000-കണക്കിന് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. ഇവിടെ ഒരു കുറച്ചൊരു സ്വാർത്ഥതയും വിവരമില്ലായ്മയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇനി ഗൾഫ് മേഖല എന്നല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ന് കാണുന്ന ഈ എവിടെ സാമ്പത്തികമായി പുരോഗമനം വരുന്ന നാടുണ്ടോ അവിടെയൊക്കെ ഒരു ക്രൈസിസിലേക്ക് പോകും. ഒന്ന് അതിൻ്റെ ഒരു സ്വാഭാവികമായൊരു സിസ്റ്റമാണ്. ഒരു പീക്കിലെത്തും, താഴത്തോട്ട് പോകും. നിങ്ങൾക്ക് യൂസുഫ് നബിയുടെ കഥ അറിയില്ലേ? 7 വർഷം ഭയങ്കര സംഭവബഹുലമായ നല്ലൊരു സിസ്റ്റം, പിന്നെ മോശം. ഇത് സത്യത്തിൽ ലോക ജനതയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ഏതൊരു ഒരു 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 കുതിപ്പും ഒരു ലീപ്പും 7 ഇയർ 8 ഇയർ ആണ്. എക്കണോമിക്സിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ബൂം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് നമ്മൾ നേരിടാൻ തയ്യാറാവണം. അതിനേക്കാളൊക്കെ വലുത് ഇനി ഈ മിഡിൽ ഈസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെയല്ല, ഏത് കാലത്തും ഒരു ഭീഷണിയാണ്. ചില രാജ്യങ്ങൾക്ക് ദൈവികമായ ഒരു സംഭവമാണ്, നമുക്കതിനൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ അറേബ്യൻ ബെൽറ്റിലൊക്കെ എന്നാണ് ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടുള്ളത്? അവിടെ ഇന്ന് കണ്ടെത്തിയ ഓയിൽ, അതാണ് അവർക്കൊരു സുരക്ഷിതത്വം നൽകുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ കാലത്ത് അവർക്കൊരു ശാപം. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു രാജ്യത്തിൻ്റെ ഗതി മാറിയതല്ലത്. ഇപ്പം ഞാൻ ഗൾഫ് രാജ്യങ്ങളുടെ സമയത്ത് 2-3 യുദ്ധം നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ യുദ്ധം അപ്പോൾ കുവൈത്ത് യുദ്ധം ഇങ്ങനെ മാത്രം നടന്ന് മനുഷ്യനെ മുഴുവൻ ക്ലീൻ ഔട്ട് ചെയ്തിട്ട് അപ്പോഴും അവിടെ മലയാളി ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേകതരം ജന്മമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് എന്നല്ല, ഈ 145-150 കോടിയുള്ള ഈ പറുദീസ വിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ത്യ ഒന്ന് സഞ്ചരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് നന്നായി ഒന്ന് പഠിക്കുക. എവിടെയാണ് കഫ്റ്റീരിയ തുടങ്ങേണ്ടത്, എവിടെയാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങേണ്ടത്, എവിടെയാണ് മിനി ഹോസ്പിറ്റൽ തുടങ്ങേണ്ടത്, എവിടെയാണ് ചെറിയ ചെറിയ സ്കൂളുകൾ. നിങ്ങൾക്കറിയില്ല, ചെറിയ പാഠശാല എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊരു സംഭവമുണ്ട്. ഞാനൊരാൾക്ക് ഒരു പരസ്യം കൊടുക്കുകയല്ല, അത് ഫിസിക്കലി ചാലഞ്ചഡായ കുട്ടികൾക്കുള്ളൊരു ചെറിയ സ്കൂളാണ്. ഞാൻ അതിൻ്റെ ഒരു ദിവസം പോയി കണ്ടു. ഒരു സ്ത്രീയാണ് അതിന് പിന്നിൽ, നൂർജഹാൻ എന്ന് പറയുന്ന സ്ത്രീ. നമ്മുടെ പെൺകുട്ടികളത് പോയി കാണട്ടെ. 1000-കണക്കിന് അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു കോമൺ സ്ട്രാറ്റജിയാണ്. ഒരു രക്ഷിതാവിന് ഒരിക്കലും അതിൻ്റെ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റും, എനിക്കും നിങ്ങൾക്കും പറ്റും. അപ്പോൾ ആ കുട്ടികളെ 1 മണിക്കൂർ കൊടുന്ന് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായാൽ, ഞാൻ പറയുന്നു ഹോസ്പിറ്റാലിറ്റി രംഗത്ത് കുതിച്ചു ചാട്ടുണ്ടാവും. ഒരു ചെറിയ ഒരു തോട്ടാണ്, അതിന് ഗവൺമെൻറ് തന്നെ ഫണ്ട് കൊടുക്കും. കാരണം SEN സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ് എന്നാണ് അതിൻ്റെ ഒരു ലെവൽ. അതിൻ്റെ പാഠശാല എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. നൂർജഹാനാണെന്ന് തോന്നുന്നുണ്ട്, അവരാണ് അതിൻ്റെ ഓണർ. അതൊന്ന് പോയി കണ്ടാൽ നമ്മൾക്കൊക്കെ, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ മനോഹരമായ ഓൺട്രപ്രണർ ആവാൻ പറ്റും. ഒരു ഐഡിയയാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനത്തെ കുട്ടികൾ ഓരോ ഗ്രാമത്തിലും 100-ൻ്റെ മേലെ വരികയാണ്. കാരണം നമ്മൾ അമിത വികൃതിയെ സ്നേഹിക്കുന്നവരാണ്, അമിതമായ പ്രശ്നങ്ങളെ സ്നേഹിക്കുക. അതൊക്കെ ശരിക്കും എന്താണ്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള പല കാണിക്കലാണ് അതൊക്കെ. അതൊന്നും ബുദ്ധി വളരാനുള്ള ഇത് മാത്രം. ചിലർ അങ്ങനെ പറയും, അമിതമായ വികൃതി കണ്ടാൽ. പക്ഷെ അത് ശരിയാണ്, അത് ടെൻഡൻസിയാണ്. പക്ഷെ വികൃതി കാണിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം, അതിന് ട്രീറ്റ്മെൻറ്റ്, ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ പാഠശാല പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നു നമ്മുടെ പെൺകുട്ടികൾ വിസിറ്റ് ചെയ്യണം. എന്നിട്ട് അത്തരം ബിസിനസ്സുകൾ, അതൊരു ബിസിനസ് മാത്രമല്ല, അതൊരു സോഷ്യൽ ബിൽഡപ്പിൻ്റെ കൂടെ ഭാഗമാണ്. അങ്ങനത്തെ 100 കണക്കിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കാരണവശാലും യൂറോപ്പിലേക്ക് പോകുന്നത് അവിടുത്തെ വിദ്യ തേടിയാണ് എങ്കിൽ നോ പ്രോബ്ലം. കാരണം അവർ അപ്ഡേറ്റഡ് ആയ ഒരു ലൈഫാണ്. ആ ലൈഫിനെ തിരിച്ചു കൊണ്ടുവരാനാവണം. നിങ്ങളവിടെ പോയി മൈഗ്രേറ്റ് ചെയ്യാനാവരുത്. യു ക്യാൻ പെർമിറ്റ് ദം. അതെന്തിനായിരിക്കണം, അവർക്കൊക്കെ സിസ്റ്റമാറ്റിക്കാണ്. ഇപ്പോൾ ഒരു പോളിസി ഉള്ള ഒരു സ്ഥാപനം നമുക്കുണ്ടാവില്ല. ഒരു സ്കൂൾ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ 1000-കണക്കിന് പോളിസിയാണ് ആ സ്ഥാപനത്തെ സ്ഥാപനമാക്കുന്നത്. നമ്മുടെ പോളിസി നമ്മുടെ മനസ്സിലാണ്, നമ്മളത് പറയുക ചെയ്യുക. യൂറോപ്യൻസും അതുപോലെ മറ്റുള്ളവരൊക്കെ അതെന്താണ്, റിട്ടേണാണ്. അപ്പോൾ ആ റിട്ടേൺ ലൈഫിലേക്ക് പോകുമ്പോൾ എന്താ ഗുണം വെച്ചാൽ ഒരാൾ ആദ്യമായി ജോയിൻ ചെയ്യുമെന്ന് മറിച്ച് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയാൽ മതി. അതോടെ നമ്മൾ ആ ഒരു പോളിസിയിലേക്ക് അഡാപ്റ്റ് ആവും. ഇവിടെ അതില്ല. അപ്പോൾ പോളിസി കാണാനും പഠിക്കാനും ഒക്കെ അവിടെ പോകണം, പക്ഷെ തിരിച്ചിവിടെ വരണം. കാരണം നാഷൻ ബിൽഡിങ്ങും നാഷൻ ലവിങ്ങും എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് ഈ പറഞ്ഞൊരു കാര്യത്തിലുണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയിട്ട് ഗൾഫിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും 1-2 വർഷം കമ്പനിയിൽ ജോലി ചെയ്തവർ, ബിസിനസ് നടത്തിയവർ കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവർ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ആ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ സാർ, ഞാൻ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ 45-ൽ തിരിച്ചു വന്നിട്ട് ഈ അത്ഭുതം കണ്ടപ്പോൾ എനിക്ക് 35-ൽ വരാൻ തോന്നിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്താണെന്നറിയാം, ഈ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഴുക്കായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവരല്ല, അതെന്താ കാരണം, നമുക്കത് മതി എന്നുള്ളതുകൊണ്ടാണ്.
നമ്മളൊരു സിസ്റ്റം പഠിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, എന്നെക്കൊണ്ട് ജനങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടം മാത്രമല്ല, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക്, എൻ്റെ തോന്നലുകൾക്ക് അതൊരു സമൂഹത്തെ ജീവിപ്പിക്കാൻ കഴിയും എന്ന ഒരു തോന്നലാണ് നമുക്ക് കൊണ്ടാവേണ്ടത്. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, നെഹ്റു എന്തിനിങ്ങനെ ചിന്തിച്ചു, ഗാന്ധിജി എന്തുകൊണ്ട് വെടിയേറ്റ് ഭരിക്കേണ്ടി വന്നു, അതല്ലെങ്കിൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ. അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റിനോടും ഈ പറഞ്ഞ എല്ലാ ആളുകളോടും ഋഷിവര്യന്മാരോടും ഗുരുവര്യന്മാരോടൊക്കെ സ്നേഹം ഉണ്ടാവുക. കാരണം അവരൊക്കെ പോളിസി മേക്കറും പോളിസി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ പോളിസി പഠിക്കാനും ആ സിസ്റ്റത്തെ കോപ്പി ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, 2-3 വർഷം പോകണം. പക്ഷെ ആ സുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അവിടെ ഈ 24 hours മോളുണ്ടാവും, അതല്ലെങ്കിൽ വളരെ സൗകര്യപ്രദമായ ഹോട്ടൽസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു മനുഷ്യൻ എന്ന നിലക്ക് സ്വന്തം രാജ്യത്തിലെ പാവപ്പെട്ട 90%, പാവപ്പെട്ട ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസപരമായ പാവം തന്നെയാണ്, സാമ്പത്തികം മാത്രമല്ലല്ലോ. അപ്പോൾ എല്ലാ നിലക്കും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്താൽ അടുത്ത തലമുറക്ക് ഇതൊരു ചൈനയുടെ ലെവലായി മാറുന്ന അത്ഭുതം കാണാൻ കഴിയും. ഈ രാജ്യത്തെ ചൈനയാക്കാൻ ഇപ്പോൾ ഗൾഫിലുള്ള അതല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ അവരൊന്ന് മനസ്സ് വെച്ച് ഒരു 10 വർഷം തിരിച്ചു വന്ന് ഇവിടെ ജോലി ചെയ്താൽ മതി. അവർ ഈ നാട്ടിനെ കുറ്റം പറയല്ല വേണ്ടത്. ഇവിടെ വേറെ ഭരണമാണ്, ആ ഭരണമാണ്. ഏത് ഭരണവും ഏത് സംവിധാനമുള്ളവർക്കും ഒരു ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇപ്പം ഗൾഫിലുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് ഈ സമയത്ത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് എങ്ങനെ സെറ്റിൽ ബാക്ക് ചെയ്യാം, ഇതുവരെ കിട്ടിയ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് എങ്ങനെ പുതിയ പ്രോജക്റ്റ് തുടങ്ങാം, എന്തെങ്കിലും ചെറിയ കച്ചവടമാണെങ്കിൽ അങ്ങനെ. അവർക്കുള്ളൊരു സംശയം എന്തായിരിക്കും എന്ന് വെച്ചാൽ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഇവിടെ കച്ചവടം മാത്രമായി പോവോ, വാങ്ങാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. ഒരാൾ ബിരിയാണി വിറ്റ വേറൊരുത്തരും ബിരിയാണി വിൽക്കാനേ അറിയൂ. ഒരാൾ നല്ലൊരു കച്ചവടം ചെയ്തിട്ടുണ്ടാവും, സത്യത്തിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു കുടുംബം ഉണ്ടാവും. ഒരു കഫ്റ്റീരിയ ഒരാൾ തുടങ്ങിയാൽ ആ റൂട്ടിൽ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു കഫ്റ്റീരിയ തുടങ്ങാൻ പാടില്ല എന്ന ധാർമ്മിക ബോധമുള്ളവൻ കഫ്റ്റീരിയ തുടങ്ങിയാൽ വിജയിക്കും. ഇത് നിർബന്ധമാണ്. വളരെ പാവപ്പെട്ട ഒരാൾ അവൻ്റെ ഒരു സംവിധാനത്തെ ഒന്ന് കൊണ്ടുവരും, പിന്നെ അതൊരു കോപ്പിയാണ്. സാർ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, എത്ര ആൾ എൻ്റെ ചായ കുടിക്കും, എത്ര വണ്ടി നിർത്താൻ ചാൻസ് ഉണ്ട്, എത്ര ആളുകൾ എന്നെ തേടി വന്നേക്കാം, അങ്ങനെ ഒരു അസംപ്ഷനും ഇല്ലാതെ എല്ലാ ആളുകളും കച്ചവടക്കാരാവുന്നതാണ് ഈ പ്രശ്നം. ഗൾഫുകാരൻ ചിന്തിക്കേണ്ടത് ഞാൻ എന്താണ് ആ രാജ്യത്ത് കണ്ടത്. ഞാൻ കാന്തപുരേപ്യ ഗ്രൂപ്പ്സിലാരെ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്നെ നോളേജ് സിറ്റിയുടെ CEO ക്ഷണിച്ചു അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു സിറ്റി ഉണ്ടാക്കിയിട്ടൊന്നും പരിചയമില്ല. ഉടനെ മൂപ്പര് എന്നോട് പറഞ്ഞു, 2004 അദ്ദേഹം ഞാൻ താമസിക്കുന്ന ആ സിറ്റിയിൽ വന്നിരുന്നു, റുവൈ സിറ്റിയിൽ. അങ്ങനെ അന്ന് എൻ്റെ ഗസ്റ്റായിരുന്നു, ഗവൺമെൻറ് ഗസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം എൻ്റെ വീട്ടിലും വന്നിരുന്നു. അങ്ങനെ പുള്ളി അന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങൾ താമസിക്കുന്ന ഒരു നഗരിയില്ലേ റുവൈ സിറ്റി, അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണം. നിങ്ങളൊരു 10 വർഷം താമസിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ രൂപം നിങ്ങൾക്കറിയില്ലേ, അതുണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് അത് ഗൈഡ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മൾ കണ്ടത് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് ഈ മനുഷ്യനാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. സാറിന് മനസ്സിലായോ? അപ്പം നിങ്ങളൊരു അറബി വീട്ടിലെ ഡ്രൈവറാവും. സാർ നിങ്ങൾ കണ്ടത് എന്താണ്? അവിടുത്തെ അറബിയുടെ മകൾ ജോലിക്ക് പോണതല്ലേ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങൾ കണ്ടില്ലേ, വഴി നിങ്ങൾ കണ്ടില്ലേ, അവരുടെ പെരുമാറ്റ രീതി നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ആ നാട് മുഴുവൻ കണ്ടില്ലേ, എങ്ങനെയാണ് അവർ കൾച്ചറലി രൂപപ്പെട്ടതെന്നുള്ള ചരിത്രം നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ? എന്താ നിങ്ങൾക്കത് ബിസിനസ്സാക്കാൻ പറ്റാത്തത്? നിങ്ങൾ അതേ ഡ്രൈവർ ജോബാണോ ഇവിടെ അന്വേഷിക്കേണ്ടത്? അല്ലല്ലോ. 20 വർഷം ഞാൻ ഡ്രൈവറായപ്പോൾ ഞാൻ നേടിയൊരു അനുഭവമുണ്ട്. ഒന്നും വേണ്ട, ഒരു 4 പോഡ്കാസ്റ്റിലുള്ള മെസ്സേജ് എങ്കിലും അവർക്കില്ലേ? എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് കണ്ടതും കേട്ടതും അത് നമ്മുടെ എക്സ്പീരിയൻസാണ്. അത് വി ക്യാൻ സെൽ ഇറ്റ്. അതെന്നെ പഠിപ്പിച്ചത് മഹാനായ കാന്തപുര ഉസ്താദാണ്. കാരണം അതാ ഒരൊറ്റ ചോദ്യമാണ്. കാരണം ഞാനൊരിക്കലും ഒരു സിറ്റി ബിൽഡിങ്ങിലൂടെ കടന്നു പോയിട്ടില്ലല്ലോ. പക്ഷെ ആ ചോദ്യം എന്നെ എന്ത് ചെയ്തു? സെൻട്രിക് മസ്ജിദ്, ഒരുപാട് കോളേജുകൾ, ഹോട്ടൽസ്, അതുപോലെ താമസം എല്ലാം അടങ്ങുന്നൊരു സാധനമാണ്. അതിൻ്റെ മിക്സറിൽ അവിടെ കൊണ്ടുവന്നു, നോളജ് സിറ്റി കൊണ്ടുവന്നു. ബിലീവ് മീ, അത് റുവൈസിൻ്റെ ഒരു മിനിയേച്ചറാണ്. അപ്പോൾ അത് പറ്റുമെന്ന് ഉറപ്പല്ലേ? അപ്പോൾ അതാണ് സാർ അതിനുള്ള മറുപടി. എല്ലാ ഗൾഫുകാരും തിരിച്ചു വന്നാൽ അവിടുത്തെ ജോലി അന്വേഷിക്കരുത്, പകരം അവിടെ നിന്ന് കിട്ടിയ നോളേജിനെ ഈ കൊച്ചു രാജ്യത്തിൽ എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റും എന്നവർ ചിന്തിച്ചാൽ ദേ ക്യാൻ ഡു ബെറ്റർ.
ഇതിൽ എനിക്ക് തോന്നുന്നു മലയാളികൾ വലിയൊരളവിൽ വരെ കണ്ടത് ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് തന്നെയാണ് കേരളം ഇന്നത്തെ കേരളമായിട്ട് മാറിയിട്ടുള്ളത്. കാരണം കേരളത്തിൻ്റെ ബോർഡർ കടന്നിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്കോ നോർത്ത് ഇന്ത്യയിലേക്കോ പോകുന്നേരോ കേരളം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഒരു സിവിക് സെൻസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ബിൽഡിംഗ് ആർക്കിടെക്ചർ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് പലതും നമ്മളൊക്കെ പുറത്ത് പോയിട്ട് കണ്ടിട്ട് ചിലപ്പോൾ അവരവിടെ ഒരു തൊഴിലാളി എന്ന റോളിലായിരിക്കും അവർ നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ വന്നിട്ട് അവരൊരു ഒരു രാജാവിൻ്റെ കൊട്ടാരം പോലത്തെ ഒരു മിനി കൊട്ടാരമാണ് വീടായിട്ട് പോലും ഉണ്ടാക്കുന്നത്. അതിന് ഒരു അറബ് ടച്ച് ഉണ്ട്, പള്ളികൾക്ക് അറബ് ടച്ച് ഉണ്ട്. റോഡിൻ്റെ അടുത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ചില സിവിക് സെൻസുകൾ, അതിലും കുറേയൊക്കെ അറബികൾ ഇങ്ങനെ അല്ല എന്നെങ്കിലും പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൂടി അവർക്ക് കിട്ടിയിരിക്കുന്നത് ഈ എക്സ്പീരിയൻസ് എന്ന ഈ ഒരു സാധനം. സാർ, നിങ്ങൾ പറയേണ്ട സമൂഹത്തോട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടും പറയേണ്ടത്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ അവരോട് പറയേണ്ടത്, ഈ ഇന്ത്യയുടെ 30, 28, 29 സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റിലൊന്നും ഒരു കൊലപാതകവും ഇല്ല, ഒന്നുമില്ല. മഹാസാധുക്കളാണ് 90%. 34 ദിവസം കൊറോണ കഴിഞ്ഞ പിറ്റേ ദിവസം ഇന്ത്യയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഗ്രാമത്തിലും ഒരു പേടി തോന്നിയിട്ടില്ല. ജീവിതത്തെ ഇഷ്ടമുണ്ടെങ്കിൽ ഫാമിലിയുമായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കറങ്ങണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ജോബാവും. കാരണം നിങ്ങളുടെ നോളേജ് ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ നോളേജിന് ആവശ്യമുള്ള ഒരുപാട് ഗ്രാമങ്ങൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വലിയ വലിയ മിഷണറി പ്രവർത്തകരായ യൂറോപ്യൻസ് നമ്മുടെ നാട്ടിലും ഈ മലമേഖലകളിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ ചെയ്യുന്നു? എല്ലാം മതപരിവർത്തനമാണോ അത്? അതൊക്കെ MSWയിലും അതുപോലെ പൊതുസമൂഹത്തിലും ഇൻട്രസ്റ്റ് ഉള്ളൊരു സമൂഹമാണ്. അവർക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കതൊരു ജോബാക്കി മാറ്റിക്കൂടാ? ഇപ്പോൾ നിങ്ങൾ നൂറാനികളെ തന്നെ ചിന്തിച്ച് നോക്കൂ. എത്ര പേരാണ് അവർ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നവർ? എന്താ അവരുടെ ജീവിതം മോശമാണോ? ഒരുപാട് അത്ഭുതങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടില്ലേ? എന്തേ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഫാമിലി സഹിതം അതുപോലെ ഈ കേരളത്തിൽ തന്നെ വേണമെന്നുണ്ടോ? 1 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ വീട്ടിലെത്തിയാൽ പോരെ? കുട്ടികൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സൗകര്യം എവിടെയെങ്കിലും ഒരു കാശ്മീരിലോ അതല്ലെങ്കിൽ ഒരു UPയിലോ പോയിട്ട് ഏതെങ്കിലും ഒരു ഫാമിലി കഷ്ടപ്പെട്ടതായിട്ട്, കേരളീയ ഫാമിലി കഷ്ടപ്പെട്ടാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് ദെയർ, യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അത് നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഒരു ക്രൈസിസ് എത്ര ലക്ഷം ആളുകൾ ഗൾഫിലുണ്ടെങ്കിലും അവർ ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വരികയും അവരതുവരെ ആർജിച്ച നോളേജ് സെല്ല് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ ബിലീവ് മീ, അത്ഭുതം സംഭവിക്കും. നമ്മൾ ഈ നോളജ് എന്ന് പറയുന്ന നേരം അവർക്ക് ചിലപ്പോൾ സർട്ടിഫിക്കേഷനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷേ അവർ കണ്ടിട്ടുള്ള, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ, ഇടപാടുകൾ, അത് ഭയങ്കരമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ സാറ് നേരത്തെ പറഞ്ഞപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. നമ്മൾ ഈ ബോർഡർ കടന്നിട്ട് കർണാടകയിലേക്ക് പോയാണ്ടല്ലോ, കർണാടകയിൽ പല ടൗണുകൾ, ആന്ധ്രയിലും പല സ്മോൾ ടൗണുകൾ, വലിയ ടൗണുകളല്ല, അവിടെ മലയാളികൾ വലിയ കച്ചവടക്കാരുണ്ട്. അവിടെ വലിയ പരിപാടികളോ ഒരു യുണീക്ക് പ്രോജക്റ്റ് ഒന്നല്ല അവർ ചെയ്യുന്നത്. ഞാൻ ദാവണഗരയിൽ എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് പോയ സ്ഥലമാണ്. അവിടെ മലയാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഇപ്പോൾ തിരൂര്, പരപ്പനങ്ങാടി ഭാഗത്തുള്ളവരൊക്കെ ചെയ്യുന്നത്, ഒരാൾ മുറുക്കാൻ കച്ചവടം നടത്തുന്നത്, ഒരാൾ നടത്തുന്നത് ടീ ഷോപ്പാണ്. ഒരു ടീ മാത്രമേ വെക്കുന്നുള്ളൂ. വേറൊരാൾ എനിക്ക് വന്ന ആ ഒരു അരിയുടെ ഒരു പൊരിയുണ്ട്, ആ പൊരിയുടെ കച്ചവടം നടത്തുന്നവരാ, ബീഡി കച്ചവടം നടത്തുന്നവരാ. അവിടത്തെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലത്തത് പോലെയല്ല, അതിനു മാത്രം മനുഷ്യരാണ്. ഒരു ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ്, കസ്റ്റമേഴ്സ് റെഡിയാണ്, വളരെ ചീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. റെൻറ്റ് ചീപ്പാണ്, പിന്നെ എംപ്ലോയീസ് ചീപ്പാണ്, നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അവരൊക്കെ നാട്ടിൽ റിച്ച് ആളുകളുമാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പം ചമ്മാട്, തിരുരങ്ങാടി ഭാഗത്താണ് എനിക്കറിയാവുന്ന എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ പാരൻസ് ഇവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്നവരാ. അപ്പൊ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് ഗൾഫുകാർക്കൊക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നും, നല്ല ബുദ്ധി, മനുഷ്യത്വമുള്ളവർ. ഈ ഒരു രാജ്യത്ത് ഈ കാണുന്ന ലേബിളൊന്നും നിങ്ങൾ നോക്കണ്ട. നന്നായി ഇറങ്ങി തിരിച്ചാൽ നമുക്കൊക്കെ ഗംഭീരമായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗംഭീര വിദ്യാഭ്യാസമുണ്ട്. ഈ ജനിച്ചു വളർന്ന നാടിൻ്റെ ഈ ഫോർത്ത് ആൻഡ് ഫ്രണ്ട് ആ ഒരു ഓട്ടം മാത്രമല്ല അവർക്ക് കാണാം. അവർക്ക് പുതിയ ലോകവും ജനങ്ങളെയും. പിന്നെ നിങ്ങൾ നോക്ക്, ഏത് ഗ്രാമവും ഇന്ന് സിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഈ കൽക്കട്ടയിലൊക്കെ പോണ സമയത്ത് 10 വർഷം പോയ കൽക്കട്ട അല്ല ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അന്ന് ഞാൻ കണ്ടിരുന്ന പല റൂറൽ ഏരിയയും വലിയ ടൗണായി. അപ്പോൾ ഞാൻ അങ്ങനെ അത്ഭുതപ്പെടുന്നത് എങ്ങനെ ഇത്ര. അപ്പോൾ എന്താ പ്രത്യേകത? ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ വരികയാണ്.
ഗവൺമെൻറ്റിൻ്റെ വലിയ വലിയ പ്രൊജക്റ്റ് ഇവരാണ്. അപ്പോൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഏപ്രിലിൽ ബംഗാളിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഇവിടുത്തെ ബംഗാളികൾ കൂട്ടത്തോടെ ഇവിടുന്ന് പോയി. എല്ലാ മേഖലയും സ്തംഭിച്ചു. ഇപ്പോൾ എൻ്റെയൊക്കെ സ്കൂൾ 1-ാം തീയതി അഡ്മിഷൻ കൊടുക്കേണ്ടതാണ്. 70% പണി പൂർത്തിയായ സമയത്താണ് SIRൻ്റെ പ്രോബ്ലം പറഞ്ഞ് ഇവർ കൂട്ടത്തോടെ പോയത്. ഞാൻ അത്ഭുതപ്പെട്ടു. എല്ലാ മിടുക്കന്മാരായ കോൺട്രാക്ടറും നിലച്ചുപോയി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇതെന്താണ് ഇതിൻ്റെ സംഭവം? അവനവൻ്റെ ഒരു സെൽഫ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് അതിന് പോലും നമ്മുടെ അടുത്ത് റെമഡി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു സംവിധാനങ്ങളെ ഈ ഗൾഫ് ഞാൻ പറയുന്നത് ഈ ഇപ്പോഴത്തെ ഇന്ത്യക്ക് ഗൾഫ് ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ തിരിച്ചു വരട്ടെ. അവരുടെ പേടി 6 മാസം കൊണ്ട് തീരും. പക്ഷേ പക്ഷേ ഗൾഫുകാരന് പ്രത്യേകത ഉണ്ട്. അവനും പണിക്കുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഒന്നും ഇവിടെ ഇല്ലാത്ത ആളുകളുടെ ഗുണമുണ്ട്. എങ്ങനെയാണ് ടൈം കീപ്പിംഗ് ചെയ്യേണ്ടത്, ടൈം പഞ്ച്വാലിറ്റി, അതുപോലെ ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസ് ഒക്കെ അവരുള്ളതുകൊണ്ട് നല്ലൊരു ശതമാനം ജോലിക്ക് അവർക്ക് സ്കോപ്പുണ്ട്. മാത്രമല്ല ഒന്നും കൂടെ ഈ പോസ്റ്റ് മോഡേൺ ട്രാക്കിൽ നിന്ന് മാറി ഈ പ്രഷറും ഷുഗറൊക്കെ ഒന്ന് മാറാൻ കുറച്ചൊക്കെ ഒരു ഫിസിക്കൽ ലെവലിലേക്കൊക്കെ മാറുന്ന ജോബിൽ നമ്മൾ എൻഗേജ് ആവാൻ നമ്മൾ തന്നെയും തയ്യാറാവണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷനും കൂടെ എന്തിൻ്റെ ഭാഗമായി മാറും ഈ ജോബിൻ്റെ. വൈറ്റ് കോളർ എന്ന് പറയുന്നത് ഇരുന്നോടത്തുള്ള ജോലിയല്ല വേണ്ടത്, ഇളകിക്കൊണ്ടുള്ള ജോലിയാണ്. എന്നാൽ പിന്നെ രാവിലെ എക്സസൈസിന് പോകണ്ടല്ലോ. രണ്ടും ഒരുപോലെ. ഒരു 10% ഒരു ശരീരം ഇളകുന്ന ഒരു ജോലി, അതിന് നമ്മൾ മലയാളി പ്രിഫർ ചെയ്യണം. ഒരു 10% എന്ത് ചെയ്യണം? ഒരു സ്റ്റെയർ കേസെങ്കിലും ഇറങ്ങി വരുന്നൊരു ജോബ്. അതല്ലാതിരുന്നത് നമ്മുടെ ശരീരം വളരെ പ്രോബ്ലമാണ്. കുട്ടികൾക്കാണെങ്കിലോ ഫിസിക്കൽ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളും ഇപ്പം ഒരു 3 നിലയുടെ മേലുള്ള ഒരു ഫ്ലോറിൽ പോലുള്ള ലിഫ്റ്റാണ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് സ്റ്റെപ്പ് ഇറക്കി കൂടാ? അപ്പോൾ ഇങ്ങനെയുള്ള ചില തോട്ട് പ്രോസസ്സിൽ വരുന്ന ചെറിയ മാറ്റം ഇന്ത്യ ഒട്ടുക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ യൂത്തിൻ്റെ കേരളത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അല്ല ഇന്ത്യയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫീൽഡിനെ കുറിച്ച് നമ്മൾ ചെറിയ രീതിയിലൊക്കെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് EV സാറ് നമുക്ക് കുറേ ഇൻസൈറ്റ്സുകൾ ഈ ഫീൽഡുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായതിന്. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ അല്ലെങ്കിൽ കുറേ കാണണം എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. വളരെ സന്തോഷം. നിങ്ങളുടെ ഡോക്ടറെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങയുടെ സ്ഥാപനത്തിൽ ഞാൻ വന്നപ്പോഴും അതുപോലെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആ ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തട്ടുന്ന ചില വാക്കുകളൊക്കെ അവിടെ വന്നത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. എനിക്ക് നന്നായി പറയാനുണ്ട് നിങ്ങളുടെ മക്കൾ അതുപോലെ നമുക്ക് ചാൻസ് കിട്ടുന്ന നമ്മൾ എവിടെയൊക്കെ കിട്ടുമ്പോഴുമൊക്കെ ഇന്ത്യ എന്ന രാജ്യത്തെ സ്നേഹിക്കാനും രാജ്യസ്നേഹം അത് വിശ്വാസിയുടെ ഭാഗമാണ് എന്ന് ഒരു മതം പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ് മനസ്സമാധാനം ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ നോക്കൂ, പുറത്തു പോയ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ എവിടെ കലാപം ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വേദനിച്ചു പോയില്ലേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിധി വരെ പോയവരെ മാത്രമല്ല അവർ വേദനിപ്പിക്കുന്നത്, നാട്ടിലുള്ള വേരുകളെയും അത് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്ത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിന് മുൻഗണന കൊടുക്കുകയും IAS IPS പോലുള്ള സംവിധാനം 100% ആ ഒരു രീതിയിലേക്ക് പ്രവർത്തിക്കുക. പക്ഷേ കിട്ടുന്ന ഏത് ജോലിയും രാജ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളെ എത്രമാത്രം നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം അവരെ കൂട്ടിപ്പിടിക്കാൻ പറ്റും, എത്രമാത്രം അവർക്കൊക്കെ നമ്മുടെ സാന്ത്വനമാകാൻ പറ്റും, ഇത് നമ്മുടെ ജീവിതം കൊണ്ട് നോക്കുന്ന പ്രൊഫഷണലുകളിലേക്ക് നമ്മുടെ കുട്ടികൾ വരണം. അങ്ങനെ വരുന്നതോടുകൂടെ അവർക്ക് മാത്രമല്ല ഒരു ജീവിതം ഉണ്ടാകുന്നത്, നമ്മൾ വരാൻ പോകുന്ന തലമുറക്ക് കൂടി വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുകയാണ്. ചൈന ഈ നിലയ്ക്ക് ഒരു വലിയ മഹത്തരമായ ഒരു ആശയമാണ്. സിംഗപ്പൂർ അങ്ങനെയാണ്. കാരണം അവരൊക്കെ അവരുടെ നേഷൻ ബിൽഡ് ചെയ്തതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് അതൊരു വലിയ പർദീസയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇത്രയും വലിയ റിസോഴ്സസും ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പ്രസവം നിയന്ത്രിക്കാൻ പറഞ്ഞിരുന്നു ചൈന, ഇന്ന് പ്രസവിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് ആളുകളുടെ മണ്ടത്തരമുള്ള ചിന്തയാണ്. ഒരു 10 കുട്ടികളുള്ള ഒരു അമ്മയുടെ സ്ട്രെങ്ത് ഒന്നും ഇന്ന് 2 കുട്ടികൾ അമ്മക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചോളം മനസ്സിലാകുന്നത്. 10 കുട്ടികൾ ജനിച്ചിറങ്ങിയ ഒരു തറവാടിൻ്റെ ശക്തിയൊന്നും അങ്ങനെ ഒരു ക്രിയേഷന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 10 വേണമെന്നില്ല. എന്നാലും മാനവരാശിയുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്താത്ത രീതിയിൽ കുഞ്ഞുങ്ങളും കുട്ടികളും അതുപോലെ വിവാഹവും ഇങ്ങനെയൊക്കെയുള്ളൊരു ട്രാക്കിലേക്ക് ഈ പൊതുസമൂഹത്തെ സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ നിങ്ങളുടെയൊക്കെ ട്രെയിനിങ്ങിനും ജീവിതത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.